നിന്നൊരു വിവരം വരുന്നത് കുണ്ടറ കേരളപുരത്ത് ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് അപകടം ഉണ്ടായിട്ടുണ്ട്. കൊട്ടാരക്കരയിലേക്ക് പോയ KSRTC ബസിന് മുകളിലേക്ക് മരം വീണു. ബസിന് തൊട്ടു മുൻപ് അതുവഴി കടന്നുപോയ ഇരുചക്ര വാഹനത്തിലെ യാത്രികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ നോക്കൂ. ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, ആ മരം ഒന്ന് കാറ്റ് വീശിയാൽ വീഴാം എന്ന തക്ക വിധത്തിൽ നിൽക്കുകയായിരുന്നു, അപകടം പിടിച്ചു നിൽക്കുകയായിരുന്നു. ഭാഗ്യത്തിനാണ് ഇരുചക്ര യാത്രികൻ രക്ഷപ്പെട്ടത്. ബസ്സിലുള്ളവർ എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? കാറ്റിലും മഴയിലും ഈ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ കേരളപുരത്ത് ഇത്തരത്തിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന മരം മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അപകട സമയത്തിന് കുറച്ച് മുൻപ് ഒരു ബൈക്ക് യാത്രക്കാരൻ വളരെ അത്ഭുതകരമായ രക്ഷപ്പെട്ടത്. ചില സെക്കൻഡുകളുടെയൊക്കെ തന്നെ വ്യത്യാസത്തിലാണ് ഇയാൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് കൊല്ലത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയ KSRTC ബസ്സിന് മുകളിലാണ് ഈ മരം വീണത്. എന്തായാലും ഈ മരത്തിന് വലിയ ശക്തി ഇല്ലാത്തതുകൊണ്ടും എന്തോ ആളുകളുടെയൊക്കെ തന്നെ ഭാഗ്യം കൊണ്ടും ഈ ബസ്സിന്റെ മുകൾ ഭാഗം ഭാഗികമായ രീതിയിൽ തകർന്നു. അതിനപ്പുറത്തേക്ക് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. എന്തായാലും ഇരുചക്ര വാഹന യാത്രക്കാരൻ അത്ഭുതകരമായി ചില സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന മരമാണ് ഇത്തരത്തിൽ മറിഞ്ഞ് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സ്വരലയ മ്യൂസിക് സ്കൂളിന് മുമ്പിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നത്. ശക്തമായ കാറ്റും മഴയിലുമാണ് ഈ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന മരം മറിഞ്ഞു വീണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത്. ജില്ലയിൽ മഴ എങ്ങനെയുണ്ട് ജയശങ്കർ? അതായത് വിനീത, ജില്ലയിൽ നഗരപരിധിയിലും ഒപ്പം തന്നെ റൂറലിലും വലിയ തോതിലുള്ള ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട്. പലയിടങ്ങളിലും ശക്തമായ കാറ്റും നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇതുവരെ മുന്നറിയിപ്പുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ കാലവർഷം എത്തിയെന്നതിൻ്റെ മുന്നറിയിപ്പ് പോലെയാണ് ഇപ്പോഴെന്തായാലും ശക്തമായ രീതിയിലുള്ള വേനൽ മഴ ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഒറ്റപ്പെട്ട മഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. എന്തായാലും നഗര പരിധിക്ക് പുറത്ത് കുറച്ചധികം ശക്തമായ മഴയുണ്ട്. വനത്തിൽ ഉൾപ്പെടെ മഴ പെയ്താൽ നദികളിൽ ഉൾപ്പെടെ വെള്ളം കയറാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും കഴിഞ്ഞ 3-4 മണിക്കൂറായി ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പല ഇടങ്ങളിലും